ഹായ് വെൽക്കം ടു ഈസി എക്സൽ. ഇന്ന് നമുക്ക് പിവറ്റ് ചാർട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പിവറ്റ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ് പിവറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടേബിളിനകത്ത് എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നുണ്ടോ അതെല്ലാം ആ ഒരു പിവറ്റ് ചാർട്ടിനകത്തും ആ ഒരു ചേഞ്ചസ് വരും. ഇവിടെ ഒരു പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പിവറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പിവറ്റ് ടേബിൾ അനലൈസ് എന്ന് പറയുന്ന ഒരു ടാബ് ക്രിയേറ്റ് ആവും. അതിനകത്ത് ടൂൾസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്താണ് പിവറ്റ് ചാർട്ട് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അത് സെലക്ട് ചെയ്യാം. ഇൻസേർട്ട് ചാർട്ടിനകത്ത് പല ടൈപ്പിലുള്ള ചാർട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. ഇവിടെ കോളം എന്ന് കിടക്കുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് ക്ലസ്റ്റേർഡ് കോളം ഉണ്ട്, സ്റ്റാക്ക്ഡ് കോളം ഉണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ള കോളം ചാർട്ടുണ്ട്. അതിനകത്തുനിന്ന് ആദ്യത്തെ ക്ലസ്റ്റേർഡ് കോളം എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ചാർട്ട് ക്രിയേറ്റ് ആയി. ഇതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കാം. ഇവിടെ സം ഓഫ് ടോട്ടൽ പ്രൈസും ആവറേജ് ഓഫ് ടോട്ടൽ പ്രൈസും ഒക്കെ ഈ ഒരു ചാർട്ടിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെയായിട്ട് കസ്റ്റമേഴ്സ് എന്നും പറഞ്ഞ് അവിടെ ഒരു ഫിൽറ്ററും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്താൽ അതിനകത്ത് ആ കസ്റ്റമേഴ്സിൻ്റെ പേര് നമുക്ക് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ കസ്റ്റമേഴ്സിൻ്റെ മാത്രമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ അത് മാത്രമായിട്ട് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. പിവറ്റ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പിവറ്റ് ചാർട്ട് ഫീൽഡ്സ് എന്ന് പറയുന്ന ഒരു ബോക്സും കൂടെ വരും. ആ പിവറ്റ് ചാർട്ട് ഫീൽഡ്സ് വെച്ചിട്ടാണ് ഈ പിവറ്റ് ടേബിളിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ, ഇപ്പം ആവറേജ് എന്ന് കൊടുത്തേക്കുന്നത് മാറ്റണം എന്നുണ്ടെങ്കിൽ വാല്യൂസ് എന്ന് കിടക്കുന്നതിനകത്തുനിന്ന് ആവറേജ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് അത് ഡ്രാഗ് ചെയ്ത് കളഞ്ഞാൽ മതി. ഇപ്പോൾ ഇവിടെ ഈ പിവറ്റ് ടേബിളിൽ ആ ഒരു വാല്യൂസ് ആവറേജ് എന്നുള്ളത് മാറി. ഇനി അതുപോലെ തന്നെ ചാർട്ടിനകത്തും ഇവിടെ മാറ്റം വരുത്തിയപ്പോഴത്തേക്കിനും ചാർട്ടിലും അതുപോലെ തന്നെ ആ ഒരു ആവറേജ് എന്നുള്ളത് മാറിയിട്ട് സം ഓഫ് ടോട്ടൽ പ്രൈസ് മാത്രമാണ് ഇപ്പം കാണിക്കുന്നത്. അപ്പോൾ പിവറ്റ് ടേബിളിൽ നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ടോ അതെല്ലാം ആ ഒരു ചാർട്ടിലും അത് അപ്ലൈ ആവും. ഇനി നോർമൽ ഒരു സ്റ്റാൻഡേർഡ് ചാർട്ടിനകത്ത് കാണുന്ന പോലെ തന്നെ ഈ പിവറ്റ് ചാർട്ടിനകത്തും ഇതിൻ്റെ കൂടെ തന്നെ ഒരു പ്ലസ് സിമ്പൽ കൊടുത്തിട്ടുണ്ട്. അത് ചാർട്ട് എലമെൻറ്റ്സ് ആണ്. അതൊന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് ഇഷ്ടമുള്ള ചാർട്ട് എലമെൻറ്റ്സ് അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ഓരോന്നും അതിലൂടെ മൂവ് ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് ആ ചാർട്ടിനകത്ത് കാണാൻ പറ്റും പ്രിവ്യൂ ആയിട്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ചാർട്ട് സ്റ്റൈൽസ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള സ്റ്റൈൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിൻ്റെ കൂടെ തന്നെ കളറും നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ ചാർട്ടിന് കുറച്ചും കൂടെ ഫോർമാറ്റിംഗ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഫോർമാറ്റ് എന്ന് പറയുന്ന ടാബ് എടുത്തിട്ട് അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള ഫോർമാറ്റിംഗ് ചെയ്യാൻ പറ്റും. ഇവിടെ ഷേപ്പ് സ്റ്റൈൽസ് ഉണ്ട്, പിന്നെ ഷേപ്പ് ഫില്ലുണ്ട്. അതിനകത്തുനിന്ന് ഇഷ്ടമുള്ള കളറൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ ടെക്സ്റ്റിന് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ വേർഡ് ആർട്ട് സ്റ്റൈൽസിനകത്തുനിന്ന് നമുക്ക് കളറ് ഏതാണെന്നുള്ള സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. നേരത്തെ ചാർട്ടിനകത്ത് ചാർട്ട് സ്റ്റൈൽസ് സെലക്ട് ചെയ്തതുപോലെ തന്നെ ഡിസൈൻ ടാബിനകത്തും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ചാർട്ട് സ്റ്റൈൽസ് കിടപ്പുണ്ട്. അത് അതിനകത്തുനിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ചാർട്ട് മാറ്റിയിട്ട് വേറെ ഏതെങ്കിലും ടൈപ്പ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചാർട്ട് ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ആ വിൻഡോയിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ഏത് ചാർട്ടാണോ അത് സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കാം. ഈ ഒരു ചാർട്ടിനെ നമുക്ക് വേറെ ഏതെങ്കിലും ഷീറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ മൂവ് ചാർട്ട് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. എന്നിട്ട് ന്യൂ ഷീറ്റിലേക്കാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ ന്യൂ ഷീറ്റ് കൊടുത്തിട്ട് അവിടെ ആ ഒരു ഷീറ്റിന് ഒരു പേരും കൊടുക്കാം. എന്നിട്ട് ഓക്കെ കൊടുക്കാം. അപ്പോൾ അത് ഒരു പുതിയൊരു ഷീറ്റിലേക്ക് ക്രിയേറ്റ് ആവും. എന്നിട്ട് നമുക്ക് ആ ഒരു ഷീറ്റിൽ നിന്നുകൊണ്ട് അതിൻ്റെ ചേഞ്ചസ് പിന്നെയും ഫോർമാറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. പഴയ ഷീറ്റിലേക്ക് തന്നെ മാറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഡിസൈൻ ടാബിനകത്ത് മൂവ് ചാർട്ട് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഇൻ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്താൽ മതി. സ്ലൈസർ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ പിവറ്റ് ചാർട്ട് അനലൈസ് ടാബിനകത്ത് ഇൻസേർട്ട് സ്ലൈസർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിനകത്ത് അത് സെലക്ട് ചെയ്യാം.
സ്ലൈസർ എന്ന് പറയുന്ന ഒരു ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് പെട്ടെന്ന് ഫിൽറ്ററിങ് ചെയ്യാനായിട്ട് പറ്റും സ്ലൈസർ ഉപയോഗിച്ചാൽ. ഇപ്പോൾ ഇവിടെ സ്ലൈസർ ഇൻസേർട്ടായി. ഈ ഒരു പിവറ്റ് ടേബിൾ അനുസരിച്ചിട്ട് കസ്റ്റമേഴ്സിൻ്റെ പേരാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നേക്കുന്നത് ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഇപ്പം ഏതെങ്കിലും ഒരു കസ്റ്റമറിൻ്റെ മാത്രമായിട്ട് ഉള്ള ടേബിളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ചാർട്ടൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു കസ്റ്റമറിൻ്റെ പേര് മാത്രം ഒന്ന് സെലക്ട് ചെയ്താൽ നമുക്കത് അതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് ആ ഒരു ഫിൽറ്ററിങ് ചെയ്യാൻ പറ്റും സ്ലൈസർ ഉപയോഗിച്ചിട്ട്. സ്ലൈസറിനും എന്തെങ്കിലും ഫോർമാറ്റിംഗ് ഒക്കെ നടത്തണമെന്നുണ്ടെങ്കിൽ സ്റ്റൈൽസ് കൊടുക്കണമെന്നുണ്ടെങ്കിലും സ്ലൈസർ എന്ന് പറയുന്ന ആ ഒരു ടാബ് എടുത്തിട്ട് അതിനകത്തുനിന്ന് നമുക്ക് സ്റ്റൈൽസ് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം പിവറ്റ് ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്